ഹലോ ഗൈസ്, നമ്മുടെ പീച്ചിയിൽ ഷട്ടർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പീച്ചി ഡാം വിസിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ NH 544 ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയാണ് കാണുന്നത്. വീഡിയോ കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടുണ്ട്, കാരണം ഈ റൂട്ട് കുറച്ചൊരു ലോങ് ആണ്. അപ്പോൾ വീഡിയോ ഭയങ്കര ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടും ലെങ്ത്ത് ഭയങ്കര കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് ചെയ്തെടുത്തേക്കണേ. ഈ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന വ്യൂ ഒക്കെ നല്ല അടിപൊളിയല്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ആ അറ്റത്തുള്ള മലകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നൈസായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇന്നൊരു ഭാഗ്യം കൂടി നമുക്ക് കിട്ടി, കാരണം വെയിലധികം ഉണ്ടായിരുന്നില്ല. മഴക്കാരിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കണ കാരണം ഓക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ദേ ഒരു ഡ്യുവൽ വ്യൂ പ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ വോയിസ് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടാക്കണേ. പക്ഷെ സംഭവം നല്ല അടിപൊളിയായിരുന്നു. ഈ പോണ വഴിക്ക് നമ്മൾ മുടിക്കോട് കുളം ഒന്ന് റിന്യൂ ചെയ്തിട്ടുള്ളതൊന്ന് വിസിറ്റ് ചെയ്യാൻ കയറിയായിരുന്നു. പക്ഷെ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊരു വേറെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ പീച്ചിയിൽ നിന്ന് റൈറ്റ് പീച്ചിലേക്ക് പോകാനായിട്ട് പട്ടിക്കാട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിഞ്ഞേക്കുന്നത്. ഈ റൂട്ടും ഇപ്പോൾ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് റോഡ് നല്ല പക്ക അടിപൊളിയായിട്ടാണ് ഇരിക്കണത്. ഇപ്പോൾ ഇത് ആൽപ്പാറ സെൻറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാണാൻ നല്ല രസമല്ലേ? റൈറ്റ് സൈഡിൽ കണ്ണാറ പള്ളി കാണാം. പിന്നെ ഇത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നമ്മുടെ കണ്ണാറ പാലം. ദേ ഇവിടെ ഇത്രത്തോളം വെള്ളമായിട്ടുള്ളൂ, കുഴപ്പമില്ല, ഓക്കെയാണ്, സെറ്റാണ്. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കുറേ അധികം പള്ളികളുണ്ട്. എല്ലാത്തിൻ്റെ പേരിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. അപ്പം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് നല്ല കൂളിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മൂന്നാർ വയനാടൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഉണ്ടാവണ അതേ ഫീലാണ് ഈ രണ്ട് സൈഡിൽ മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ. ഇനി നമ്മൾ കുറച്ചും കൂടി ഉള്ളു എത്താനായിട്ട്. പക്ഷെ അവിടെ തൊട്ട് അവിടെ നമ്മുടെ ബീച്ചിലേക്ക് എത്തുന്ന എൻഡ് വരെ ഫുൾ ഓഫ് ഇങ്ങനെ ട്രീസുകളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കൂളിംഗ് ആണ്. എത്ര വെയിലുണ്ടെങ്കിൽ കൂടി നമുക്കത് ആ വെയിലിൻ്റെ ഒരു ചൂട് പോലെ ഫീൽ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ പോയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ടുള്ള വെയിൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതേ ഇപ്പോൾ നമ്മൾ വിലങ്ങന്നൂർ സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് എത്തും. ഗായ്സ്, ബീച്ച് ഡാമിലേക്ക്. ഇതേ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും പള്ളി, ചർച്ച്. ഇത് എല്ലാ കാറ്റഗറീസിലുള്ള ചർച്ചുകളും അടുത്തടുത്ത് തന്നെയാണ്. ഇത് നമ്മൾ ബീച്ച് ഡാമിലേക്കുള്ള ആർച്ച് കടന്നിരിക്കുകയാണ്. റൈറ്റ് സൈഡിലൊരു ഗവൺമെൻറ് LP സ്കൂൾ കണ്ടു നമ്മൾ. ഡേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ത്രില്ലിങ്ങിലാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഷട്ടർ തുറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരണേ. കാരണം ഇടയ്ക്കിടയ്ക്ക് വരാറൊക്കെ ഉണ്ട്, പക്ഷേ ഷട്ടർ തുറക്കൽ എപ്പോഴും ഉള്ളതല്ലല്ലോ. ഇതേ ഇപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് അവിടെ പേയ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ പാർക്കിംഗ് ഫീ ഒന്നും മേടിച്ചില്ല. ഇനി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും അങ്ങോട്ട് നടക്കാനുണ്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ പോർഷനിലേക്ക്, നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ നിന്ന്. അപ്പോൾ അവിടെ നമുക്ക് ടീ സ്റ്റോള് കാര്യങ്ങളൊക്കെ ചെറിയ ടീ സ്റ്റോള് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ 5 വയസ്സ് തൊട്ട് ഉള്ള കുട്ടികൾക്ക് 10 രൂപയും, അത് കഴിഞ്ഞിട്ട് ഒരു 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും 20 രൂപയും, പിന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മറ്റേ SLR ക്യാമറകളൊന്നും അലൗഡ് അല്ല ഇവിടെ. ഇതിപ്പോൾ നമ്മൾ ഡാമിൻ്റെ ശരിക്കുള്ള ഗേറ്റിൻ്റെ അവിടേക്ക്, അതായത് മെയിൻ ഗേറ്റിലേക്കാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുണ്ട്. നമ്മൾ ശരിക്കും ആ വാട്ടർഫോൾസ് താഴെ ചെന്ന് എൻഡ് ചെയ്യണോടത്തേക്ക് നമുക്ക് ചെന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന ഈ ഏരിയയാണ് ലെഫ്റ്റിൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മുകളിലൂടെ പോയി ഒന്ന് ചുറ്റി കറങ്ങി താഴേക്ക് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് കാണിക്കുന്ന ആ ഭാഗമില്ല, ആ താഴെ പോർഷനിൽ വരെ നമുക്ക് പോയി നിന്ന് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നോർമൽ ക്യാമറയിൽ, SLR ക്യാമറ അലൗഡ് അല്ല. ഇത് നോക്കൂ ഗായ്സ്, ഭയങ്കര എന്താ പറയുക, ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. ഭയങ്കര ക്രിസ്റ്റൽസ് ഇങ്ങനെ ചെതറി വീഴുന്ന പോലെയാണ് ഇതിലത്തെ ഓരോ തുള്ളി വെള്ളങ്ങളും. അതും ഒരു സെക്കൻഡിൽ എത്ര മില്യൺ സ്പീഡിലാണ് പോണേന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. അത്രയും സ്പീഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് മുകളിൽ നിന്ന് നോക്കാൻ നല്ല പേടിയായിരുന്നു. ഏട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാനൊന്ന് എത്തിച്ചു നോക്കി, അതും ഏട്ടൻ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ കയ്യും കാലും
ഒക്കെ ഇങ്ങനെ തരിക്കുക, അത്രയും ഒരു ഇത്. എനിക്ക് പേടിയുള്ള കാരണമായിരിക്കും മേ ബി അങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. പക്ഷേ പേടിയില്ലാത്ത കാരണം ഏട്ടനൊക്കെ കുഴപ്പമില്ലാണ്ട് കുറേ വട്ടം അങ്ങനെ താഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെ എത്തിച്ച് നോക്കി നിൽക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ വ്യൂ അത് പറയാനേ വയ്യ. നൈസാണ്. ആ മറ്റേ ഗ്രീൻ കളറിലുള്ള ഈ പുല്ലുകളുടെ ഇടയിൽ കൂടിയും പാറകളുടെ ഇടയിൽ കൂടിയും ഈ വന്ന് വീഴുന്ന വെള്ളം ഒഴുകി പോണ കണ്ട അയ്യോ എന്താ പറയുക, വേറെ എവിടേക്കും നമുക്ക് ട്രിപ്പ് പോകണ്ട, ജസ്റ്റ് ഇവിടെ വന്ന് ഇതൊന്ന് കണ്ടാൽ മതി. മനസ്സൊക്കെ ഭയങ്കര കൂൾ ആൻഡ് പീസായിരിക്കും. ഏട്ടൻ കണ്ട നോക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഉള്ളിൽ മറ്റേ പരൽ മീനുകൾ കുറേ എണ്ണം ഇങ്ങനെ നിരന്ന് അതായത് നമ്മളിങ്ങനെ മുത്തുകൾ പറക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ലൈനായിട്ടിരിക്കുക അതേപോലെ ഇരിക്കണ്ടായിരുന്നു. എനിക്ക് എത്തിച്ചു നോക്കാൻ പേടിയുള്ള കാരണം ഞാനത് വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗേറ്റ് കടന്നു കഴിയുമ്പോൾ കാണുന്ന പോർഷനാണിത്. ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനുള്ള ഏരിയ ആണിത്. റൈറ്റ് സൈഡിൽ ഇതേപോലെ തന്നെ ഒരു ടീ സ്റ്റോളുണ്ട്. ഭയങ്കര കത്തിയാണ് ഗൈസ്, ഭയങ്കര കത്തിയാണ്. അവിടെ നിന്ന് കഴിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്, പുറത്തുനിന്ന് കഴിച്ചിട്ട് വരായിരിക്കും നല്ലത്. ഐസ്ക്രീംസിനാണെങ്കിൽ കൂടി നോർമൽ ഐസ്ക്രീംസിന് 100 രൂപയാണ് കോൺ ഐസ്ക്രീമിന് ചാർജ് ചെയ്യുന്നത്. ഇത് ഇത്തിരി സ്പീഡാക്കിയിട്ട് ഇട്ടതാട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറേ സ്റ്റെപ്പുകളുള്ള കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഓടി കയറുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, പതുക്കെ നടന്ന് കയറുമ്പോൾ അത്ര ഇങ്ങോട്ട് സുഖമില്ല. പിന്നെ ഞാനിവിടെ കണ്ട് എനിക്ക് ആ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഫീൽ തോന്നിയപ്പോൾ നമുക്കിങ്ങനെ കറങ്ങാനതൊക്കെ തോന്നി. അപ്പോൾ ആ ഒരു ഇതിൽ കറങ്ങണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് കാണാനുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ആ ടോപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ഒരു പോർഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ഷമയോടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ബീച്ച് ഫുള്ളും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും പോരാ, അവസാനിക്കില്ല. എന്താ വെച്ചാൽ അത്രയധികം ഏരിയസ്, ഗാർഡൻ ഏരിയസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ നടന്ന് ഓൾമോസ്റ്റ് വയ്യാണ്ടാവും. ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷട്ടർ ഉള്ളത് കാരണം ഈ വാട്ടർഫോൾസ് കാണാൻ വിസിറ്റ് ചെയ്യുക പോവുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കയറി നമുക്ക് ഫുൾ വ്യൂ കിട്ടും. എന്നെ അപ്പോൾ നടന്ന് കയറി ക്ഷീണിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളിങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് നൈസാണ്. ഇപ്പം ഞങ്ങൾ വന്നൊരു ടൈമിൽ മോർണിംഗ് ടൈമാണ്, അതുകൊണ്ട് അധികം ആളുകൾ വന്ന് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഏരിയയിലൊന്നും ഇപ്പം ആളുകളെ കാണാത്തത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇത്ര ഒരു ഇത് കിട്ടില്ല. ഇതിപ്പോൾ ആരില്ലാത്ത കാരണം ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കാനൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ നമുക്ക് പറ്റി. അങ്ങനെ പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ മോളിൽ നിന്നൊക്കെ വീഡിയോ എടുക്കണം, നമ്മളിങ്ങനെ കറങ്ങണത്, ഇങ്ങനെ ഓടി പോണത്, അങ്ങനെയൊക്കെ സംഭവം. നമുക്കിങ്ങനെ ഓരോ ഏരിയാസ് കാണുമ്പോൾ നമുക്ക് ഇന്ന ഭാഗത്ത് ഇന്ന റീൽ ചെയ്യാന്നുള്ള ആ ഒരു ഇതില്ലേ ക്രിയേറ്റിവിറ്റി, ആ സംഭവങ്ങളൊക്കെ വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഇവിടുത്തെ പ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത സ്ഥലത്ത് പ്രകടനം കഴിച്ചു വയ്ക്കാനായിട്ട് കയറുന്നത് കണ്ട. ഇവിടെ സ്റ്റെപ്പിന് മാത്രം ഒട്ടും കുറവില്ല. അതായത് വല്ലവർക്കും വല്ല 8ൻ്റെ പണി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വല്ല ഒരു ടാസ്ക് വയ്ക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്റ്റെപ്പുകളും ഒരു ടൈം വെച്ചിട്ട് കയറ്റിപ്പിച്ച് ഇറക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിരിക്കും. ഇത് കണ്ട, ഇനി വീണ്ടും സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് അറ്റെത്തി കഴിഞ്ഞ് എന്തായി നല്ല ടോപ്പിലെത്തി. പക്ഷെ അതിന് കയറണേക്കാളും മുന്നേ എനിക്കൊരാഗ്രഹം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. മര്യാദയ്ക്ക് ഏട്ടൻ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, നമ്മളിപ്പോൾ താഴെ വന്ന ഭാഗം കാണും, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പോയി നോക്കി. പിന്നെ ഇവിടുത്തെ എല്ലാ വോളിലും കപ്പിൾസിൻ്റെ പേരുകൾ കാര്യങ്ങളൊക്കെ നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, എണ്ണാൻ പറ്റില്ല. ഇതിന് ഒരു 10-50 കൂടുതലുണ്ടാവും തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ വയ്യ. കണ്ടോ ഞാൻ കയറി വരണുള്ളൂ, എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഫസ്റ്റ് ഓടിക്കാൻ പോയി. അതാണ് നിങ്ങൾ ആ സ്റ്റെപ്പ് മാത്രം കണ്ടത്. ഇപ്പം എന്നെ കണ്ടില്ലേ? എത്തിക്കഴിഞ്ഞു. വാവ്, എന്താ സീനറി അല്ലേ, എന്ത് രസമാണെന്ന് നോക്കി. കണ്ട അറ്റം വരെ. ആദ്യമൊക്കെ ഇവിടുന്ന് മലമ്പുഴയിലേക്ക് പോകാനായിട്ട് ഒരു ബോട്ട് ഉണ്ടായിരുന്നു, ഇത്ര എനിക്കറിയണ്ടായിരുന്നില്ല. ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. പക്ഷെ ഇപ്പം അതൊക്കെ നിർത്തി. നമ്മുടെ വാട്ടർഫോൾസ് കാണാനുണ്ട് ഇവിടെ നിന്നിട്ട്. കണ്ട ഇത് ഫുള്ളിങ്ങനെ കാണാൻ പറ്റും. ഈ ഇങ്ങനെ ഐലൻഡ് പോലെയുള്ള പോർഷൻസുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ. അവിടുത്തെ ആ വാട്ടർഫോൾസിൻ്റെ വോയിസ് നന്നായി നമുക്ക് ഇവിടെ കേൾക്കാം. അപ്പോഴാണ് ഞങ്ങൾ വഞ്ചിയിൽ പോണത്. എന്തോ മീൻ വല എന്തോ കെട്ടണുണ്ടായിരുന്നു, എന്താ പറയുക, പൊടിവല എന്നാ എന്തോ വല, പേര് മറന്നു. സംഭവം കെട്ടിയിട്ട് പക്ഷെ അവരങ്ങടെ അറ്റത്തേക്ക് പോട്ടാ. നേരത്തെ കാണിച്ചു തന്ന ഭാഗമില്ലേ അവിടേക്ക്, അത്ര അറ്റത്തേക്ക് പോകും.
പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. ആ ടീ സ്റ്റോളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബാത്റൂമുണ്ട്. ആ ബാത്റൂമൊക്കെ നീറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ മറ്റേ കൊട്ടവഞ്ചി സഞ്ചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോയി ഞങ്ങൾ നോക്കിയില്ല. ഇപ്പം ഞങ്ങൾ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നത് അതിൻ്റെ അടുത്ത് സ്റ്റെപ്സാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. പക്ഷെ ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ സത്യമായിട്ട് ഭയങ്കര പേടി, ഭയങ്കര സൗണ്ടും ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാൽ അവിടെ നിന്ന് പോകാനും തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു ഫീല്. കണ്ടോ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കാരണമാണ് എൻ്റെ ഡ്രസ്സ് ഇത്രയധികം കാറ്റത്ത് പെറുക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല കൂളിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ആ വന്ന് എൻ്റെ ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും. പക്ഷേ ഡേഞ്ചറാണ് ഈ സമയത്ത്. ഡാം എങ്ങനെ പൊട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഒയ്യോ ആലോചിക്കാനും വഴിയ. ഡാം പൊട്ടണ കാര്യമൊക്കെ പറഞ്ഞ ഏട്ടനായിട്ട് എന്നെ പേടിപ്പിച്ച്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാണ്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം അത്രയും നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അതും ഈ പ്രത്യേക രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾസ് ഷട്ടർ തുറന്നപ്പോൾ വാട്ടർഫോൾസ് ഉണ്ടായത് കാരണമാണ്. ഞങ്ങൾ പിന്നെ ഇപ്പുറത്തുനിന്ന് വണ്ടി എടുത്തിട്ട് ബാക്ക് സൈഡിൽ കൂടെ ഗേറ്റിൽ കൂടെ വന്നിട്ട് കാണുന്ന പോർഷനാണ് ഇത്. ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ്. ഗൈസ് പോകുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു സംഭവം കണ്ടു. അത് സർപ്രൈസ്. ഇതുവരെ പീച്ചി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് കാണാത്തൊരു കുറച്ച് ഐറ്റംസാണ് അതിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ കുരങ്ങൻ കുട്ടികൾ. എന്തോരം കുരങ്ങന്മാരാണെന്നറിയോ, കങ്കാരൂസിൻ്റെ പോലെ ബേബീസിനെയും കൊണ്ട് നടക്കായിരുന്നു ഇവിടെ. എത്ര എണ്ണ, ഒരു 10-20 എണ്ണമെങ്കിലും ഇവിടെ ഉണ്ട്. കാരണം ഇതിനു മുന്നേ വന്നിട്ട് കണ്ടിട്ടില്ല. കാരണം എല്ലാവരും ഇതന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ട്, എന്താ പറയുക, ഇവിടെ കുരങ്ങന്മാരെ കാണാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും. കുരങ്ങന്മാരേനെ കൂടി കണ്ടപ്പോൾ ശരിക്കും മൂന്നാർ വയനാട് ഒക്കെ ടൂർ പോകുമ്പോഴത്തെ ആ പ്രതീതി ഉണ്ടല്ലോ, ആ ഫീലും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും വോയിസ് റെക്കോർഡിങ്ങിലോ എന്താ പറയുക വീഡിയോസ് എടുത്തതിലോ എന്തെങ്കിലും